ഇന്ന് വീക്കെൻഡാണ്. സുഹൃത്ത് ഷാഫിയെയും ഫാമിലിയെയും കോർണിഷിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ കോർണിഷിലൊക്കെ പോയി ഒന്ന് കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു വരാമെന്ന് കരുതി. അടുത്തുള്ള ഒരു പാസ്റ്ററിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഭക്ഷണവും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുപോയ ഭക്ഷണവും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ കോർണിഷിൽ പോയത്. കുറച്ച് വൈകിയാണ് ഞങ്ങൾ കോർണിഷിലെത്തിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. കുട്ടികളും ഞങ്ങളെല്ലാവരും ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിച്ചു. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കോർണിഷിൽ അത്യാവശ്യം ആളുകളുണ്ട്. കുട്ടികളെയും കൂട്ടി കോർണിഷിൽ എൻജോയ് ചെയ്യാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ നല്ലൊരു കാലാവസ്ഥയിൽ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുപോയ ടർക്കിഷ് കോഫിയും മറ്റു ഭക്ഷണങ്ങളുമെല്ലാം ഞങ്ങൾ നന്നായി തന്നെ ആസ്വദിച്ച് കഴിച്ചു. കോർണിഷിൽ ഒരു ഡക്ക് ലേക്കുണ്ട്. അതിൽ ധാരാളം താറാവുകളെ വളർത്തുന്നുണ്ട്. ഇതിനകത്ത് തന്നെ പെഡൽ ബോട്ടിംഗ് സംവിധാനങ്ങളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനടുത്ത് ഒരു പൂച്ച ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. വെജിറ്റേറിയൻ ഐറ്റം ആയതുകൊണ്ടാണ് തോന്നുന്നു അത് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇത് സുഹൃത്ത് ഷാഫിയുടെ ഇളയ മോൻ. ഇതേപോലെ വിശാലമായ പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഓടിക്കളിക്കും. അവന് ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് ഇതേപോലുള്ള വിശാലമായ പാർക്ക്. സൗദി അറേബ്യയുടെ ചരിത്ര സ്മരണകൾ കൊത്തിയെടുത്ത വിശാലമായ നല്ല ഉയരത്തിൽ സ്ഥാപിച്ച ഒരു മോണുമെൻ്റാണിത്. മനോഹരമായ ചില മോഡേൺ ഡിസൈനുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാത്രിയായാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് പ്രതിഫലിക്കുന്ന പ്രകാശം കൊണ്ട് ഇതിൻ്റെ കാഴ്ച മനോഹരമായിരിക്കും. വലിയ പൊതുപരിപാടികൾ നടത്താൻ പറ്റുന്ന വിധത്തിലുള്ള വിശാലമായ ഒരു പ്ലാറ്റ്ഫോമും ഇതിന് അനുബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഇതിന് അഭിമുഖമായി തന്നെ മനോഹരമായ ഒരു ഫൗണ്ടെയിനും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഫാമിലികൾ ഇതിനടുത്തിരുന്നുകൊണ്ട് ഇതിൻ്റെ സൗന്ദര്യം എൻജോയ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫൗണ്ടെയിന് താഴെ സ്ഥാപിച്ച ലൈറ്റിംഗ് സംവിധാനത്തിലൂടെ ഫൗണ്ടെയിനുള്ളിലൂടെ പ്രകാശം പ്രതിഫലിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അമീൻ ഈ ഫൗണ്ടെയിനിൽ നിന്നുള്ള വെളിച്ചം കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അമീനിന് കൂട്ടായി മറ്റൊരു അറബി പൗരൻ്റെ ചെറിയ ഒരു കുട്ടിയെയും കിട്ടിയിട്ടുണ്ട്. അവൻ അവൻ്റെ ഉപ്പയുടെ കൈയും പിടിച്ച് അമീൻ്റെ പിന്നാലെ ഓടി നടക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. വിശാലമായ ഒരു പ്ലേയിങ് ഏരിയ കിട്ടിയപ്പോൾ അമീന് നല്ല സന്തോഷമായി. അവൻ അവിടെ നന്നായി എൻജോയ് ചെയ്തു. അമീനും അവൻ്റെ കൂട്ടുകാരനും അവിടെ കളിക്കുന്നത് ഞങ്ങൾ കുറച്ചു നേരം നോക്കി നിന്ന് രസിച്ചു. കുട്ടികളുടെ ജീവിതം എത്ര സന്തോഷകരമാണ്. ചുറ്റുപാടുകളിൽ നടക്കുന്നതൊന്നും അവരെ ബാധിക്കുന്നില്ല. എപ്പോഴും വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കുന്നവരുണ്ടെങ്കിൽ അത് കുട്ടികൾ മാത്രമായിരിക്കും. കോർണിഷിലെത്തിയ വേറെയും ചില ഫാമിലികൾ ഇവരുടെ കളി കണ്ട് രസിച്ചിരിക്കുകയാണ്. ആ അറബിക്കുട്ടിക്ക് ഇപ്പോൾ അമീനിനെ തീരെ പിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒന്നിച്ച് അവിടെ കുറെ നേരം കളിച്ചുകൊണ്ടിരുന്നു. അമീൻ കൂട്ടുകാരനെ കിട്ടിയപ്പോൾ പുതിയ ചില അഭ്യാസങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
ഇവരുടെ കളിയും തമാശയുമെല്ലാം ഞങ്ങൾ കുറച്ചു നേരം കൂടി കണ്ട് ആസ്വദിച്ചു നിന്നു. വളരെ പോസിറ്റീവ് വൈബ് നിറഞ്ഞതായിരുന്നു ഈ ഫൗണ്ടൻ്റെയും മോണിമെൻറ്റിൻ്റെയും ചുറ്റുപാട്. കുട്ടികളാണ് ഇത് ഏറ്റവും നന്നായി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. വേറെ ചില സൗദി ഫാമിലികളും ഈ ഫൗണ്ടൈനടുത്തിരുന്നു കൊണ്ട് സൊറ പറഞ്ഞ് സമയം കളയുന്നുണ്ട്. റബിക്കും സബക്കും ഇന്ന് അവരുടെ കൂട്ടുകാരൊന്നും ഇല്ലാത്തതിൻ്റെ വ്യാകുലതയാണ്. കൂട്ടുകാരുണ്ടെങ്കിൽ അവർ കോർണിഷിൽ ഫുട്ബോൾ കളിയും ബാഡ്മിൻ്റണുമായി ഇങ്ങനെ സമയം ചെലവഴിക്കും. കോർണിഷിലേക്കെത്തിയ ആളുകളുടെ വാഹനമാണ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള സമയം മാത്രമേ അധികം ചൂടും അധികം തണുപ്പുമില്ലാത്ത ഒരു മിതമായ കാലാവസ്ഥ ലഭിക്കുകയുള്ളൂ. വേറെയും ചില ഫാമിലികളും അവരുടെ കുട്ടികളും കൂടി ഇപ്പോൾ ഈ ഭാഗത്തേക്ക് കളിക്കാനെത്തിയിട്ടുണ്ട്. അറബിക്കുട്ടി അമീനിനെ വിടാനുള്ള ഭാവമൊന്നുമില്ല. അവൻ അവൻ്റെ പിന്നാലെ തന്നെയാണ്. കുട്ടികളുടെ ലോകം വളരെ കൗതുകകരമാണ്. അവർ അനുഭവിക്കുന്ന ആനന്ദവും സന്തോഷവും ഒരിക്കലും മുതിർന്നവർക്ക് അനുഭവിച്ചറിയാൻ സാധ്യമല്ല. അവർ തമ്മിൽ അവരുടേതായ ഭാഷയിൽ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ തന്നെ രാഷ്ട്രവും ഭാഷയും ഒന്നും ഒരിക്കലും ഒരു അതിരൊരമ്പായി മാറുന്നില്ല. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിൽ കുട്ടികളാണ് മനുഷ്യൻ്റെ സന്തോഷദായകർ. അറബി കുട്ടികളെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു കുട്ടിയെ കൂട്ടുകിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുമായി പെട്ടെന്ന് സൗഹൃദത്തിലാവും. അറബികളായ രക്ഷിതാക്കൾ ഒരിക്കലും കുട്ടികളെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്നത് കാണാൻ സാധിക്കാറില്ല. പലപ്പോഴും അവരെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ കറങ്ങി നടക്കാൻ വിടാറാണ് പതിവ്. അമീൻ ഈ അറബിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി കഴിഞ്ഞു. അവർ വളരെ നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ദമാമിൻ്റെ പല ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന ചില യുവാക്കൾ കോർണിഷിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അവിടെ എത്തിയത് കാണാൻ സാധിക്കുന്നുണ്ട്. കോർണിഷിൽ സ്ഥാപിച്ച ഒരു ഓഡിയോ ലൈബ്രറിയാണിത്. ഇതിനകത്ത് നിന്നും പലതരത്തിലുള്ള പുസ്തകങ്ങളുടെ ഓഡിയോ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ ഓഡിയോ ആണ് ഇപ്പോൾ അതിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. കോർണിഷിൽ സ്ഥാപിച്ച ഈ വലിയ മോണ്യുമെന്റ് അതിഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ശില്പം പോലെ തോന്നിച്ചു. സമയമേറെ വൈകിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കോർണിഷിൽ ധാരാളം ആളുകളുണ്ട്. നാളെ വെള്ളിയാഴ്ചയാണ്, ഓഫീസുകളെല്ലാം അവധിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വളരെ വൈകി മാത്രമേ ഈ ദിവസം കോർണിഷിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ. കോർണിഷിനടുത്തുള്ള സൈടെക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സയൻസ് എക്സിബിഷൻ സെൻ്ററാണ് ഈ കാണുന്നത്.
ശാസ്ത്രീയമായ പലതരത്തിലുള്ള വിജ്ഞാനങ്ങളും നൽകുന്ന പ്രസന്റേഷനുകൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. കുറേ ആളുകൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറേ ആളുകൾ ഈ ഫൗണ്ടൈൻ്റെ അടുത്ത് അതിൻ്റെ ശബ്ദവും ആസ്വദിച്ച് കോർണിഷിൻ്റെ പ്രകാശ സൗന്ദര്യവും എൻജോയ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലൈറ്റിനിങ് സംവിധാനങ്ങളാണ് കോർണിഷിനെ മനോഹരമാക്കുന്നത്. സൈടെക്കിൽ നിന്നുള്ള ലൈറ്റിംഗ് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾ നടന്ന് തളർന്നെന്ന് തോന്നുന്നു. അവരിപ്പോൾ അല്പനേരം വിശ്രമത്തിലാണ്. അമീനിന് ഇനിയും കുറച്ചു നേരം കൂടി കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവൻ ഉപ്പയുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കോർണിഷിന് സമീപം വളരെ നീളമേറിയ ഏകദേശം 3 കിലോമീറ്ററോളം നീളമുള്ള ഒരു നടപ്പാതയുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ ഇങ്ങനെ ഈവനിങ് വാക്കിന് വേണ്ടി വരും. രാത്രിയായിട്ടും ആളുകൾ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോർണിഷിൻ്റെ നടപ്പാതയ്ക്ക് സമീപമായി വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ് കാണുന്നത്. നല്ല വെളുത്ത സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്ന ധാരാളം മരങ്ങൾ. കോർണിഷിലേക്ക് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരുക്കിയ മനോഹരമായി ഡിസൈൻ ചെയ്ത ഇരിപ്പിടങ്ങളുണ്ട്. ഈ മരങ്ങളിൽ വിരിഞ്ഞിരിക്കുന്ന വെളുത്ത പൂക്കൾക്ക് നല്ല സുഗന്ധമാണ്. ഇവിടെയുള്ള മരങ്ങളും പുൽമൈതാനിയും എപ്പോഴും നട്ട് നനച്ച് പരിപാലിക്കാൻ ധാരാളം മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ ഇവിടെയുണ്ട്. വ്യായാമത്തിനിറങ്ങിയ ഏതോ ഒരു സൗദി ദ്രുതഗതിയിൽ നടന്നു പോവുകയാണ്. ധാരാളം സൗദികളും ഫിലിപ്പീനുകളുമെല്ലാം ഇലക്ട്രിക് സ്കേറ്റിംഗ് സ്കൂട്ടറുമായി ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണാൻ പറ്റും. 2 സൗദി പയ്യന്മാർ ഇലക്ട്രിക് സ്കേറ്റിംഗ് സ്കൂട്ടർ അവിടെ നിർത്തിവെച്ചുകൊണ്ട് പരസ്പരം എന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോർണിഷിനടുത്ത് സൈക്കിൾ വാടകയ്ക്ക് ലഭിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നും ചില ആളുകൾ സൈക്കിൾ എടുത്തുകൊണ്ട് കോർണിഷിലൂടെ സൈക്കിൾ ചവിട്ടി നടക്കുന്നത് കാണാൻ പറ്റും. കാലാവസ്ഥ നന്നായാൽ കോർണിഷ് വൈകുന്നേരങ്ങളിൽ എപ്പോഴും സജീവമായിരിക്കും. സൗദികളും അല്ലാത്തവരുമായ ധാരാളം സ്ത്രീകൾ ഇപ്പോൾ കോർണിഷിലെ ഈ വാക്ക് വേയിലൂടെ നടക്കാൻ വേണ്ടി എത്താറുണ്ട്. കൂട്ടുകാരുമായി സൊറ പറഞ്ഞിങ്ങനെ ദീർഘദൂരം നടക്കുകയും ചെയ്യാം, അതോടൊപ്പം വ്യായാമവുമായി. റഫമോളുടെ അടുത്ത കൂട്ടുകാരികളാണ് ഷാഫിയുടെ മക്കളായ ഫാത്തിമയും ആയിഷയും. എങ്ങനെയുണ്ടായി ഇന്നത്തെ ദിവസം? ഇഷ്ടപ്പെട്ടോ? പക്ഷെ ജുവാനുണ്ടെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നു. ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തായ ഫവാസിൻ്റെ ഫാമിലി ഇപ്പോൾ നാട്ടിലാണ്. അവർ കൂടി ഉണ്ടെങ്കിൽ ഇവരുടെ എൻജോയ്മെൻറ്റ് കുറച്ചുകൂടി നന്നായാണ്. കോർണിഷിൻ്റെ ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് 1-2 അറബികൾ എന്തോ കഥ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഈ കോർണിഷിലുള്ള തടാകത്തിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ താറാവുകൾ. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള വ്യത്യസ്ത തരത്തിലുള്ള താറാവുകളെ ഇവിടെ പോറ്റുന്നുണ്ട്. ഇവരിങ്ങനെ കൂട്ടമായും ഒറ്റക്കും ഈ തടാകത്തിലൂടെ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്.
ഈ താറാവുകളെ ഇവിടെ വളർത്തുന്നത് കൊണ്ട് തന്നെ ഈ തടാകത്തെ ഡക്ക് ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കോർണിഷിൽ ചെന്നാൽ ധാരാളം പൂച്ചകളെ കാണാൻ പറ്റും. ഇതിലുള്ള ഏതോ ഒരു പൂച്ച ഇപ്പോൾ താറാവുകളുമായി നല്ല കൂട്ടായിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയത് കൊണ്ടാണെന്ന് തോന്നുന്നു താറാവുകൾ കുറെ നീന്തി തുടച്ച് കരക്ക് കയറി വിശ്രമിക്കുന്നുണ്ട്. പച്ചപ്പ് നിറഞ്ഞ ഈ കോർണിഷിലേക്ക് വരുമ്പോൾ, ഇതുപോലുള്ള തടാകത്തിൻ്റെ തീരത്ത് കൂടി നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് സൗദി അറേബ്യയിലാണ് എന്ന് മറന്നു പോവാറുണ്ട്. സൗദിയിലുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സൗദിയുടെ കടൽ തീരങ്ങളെല്ലാം വളരെ മനോഹരമായി അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭരണകൂടം. തറയിൽ നിരനിരയായി സ്ഥാപിച്ചിരിക്കുന്ന ഈ ലൈറ്റുകൾ കാണാൻ വളരെ ഭംഗിയാണ്. കോർണിഷിൻ്റെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടെയുള്ള ലൈറ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റുകളെല്ലാം ചെറിയ ചെറിയ മിന്നാമിനുങ്ങുകൾ പോലെ തോന്നിക്കും. നിരനിരയായി നട്ടുവളർത്തിയ മരങ്ങൾ, അതിന് സമാന്തരമായി മനോഹരമായ ലൈറ്റിംഗ് സംവിധാനം. വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുന്ന കോർണിഷിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ പാർക്കുകളും. ബാച്ചിലേഴ്സായി എത്തിയവരും ഫാമിലിയായി എത്തിയവരുമെല്ലാം കോർണിഷിലൂടെ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഡക്ക് ലേക്കിലൂടെ പെഡൽ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈവനിങ് ആസ്വദിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ഇതിനടുത്ത് സംവിധാനിച്ച ഒരു കഫേയിൽ നിന്ന് ചായ കുടിക്കുന്ന ആളുകളെയും കാണാൻ പറ്റുന്നുണ്ട്. അറബി കുട്ടികൾ ഡക്ക് ലേക്കിലുള്ള താറാവുകളെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. $50 കൊടുത്താൽ ഇതുപോലുള്ള പെഡൽ ബോട്ടുകൾ നമ്മൾക്ക് ഈ തടാകത്തിൽ ചവിട്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഈ തടാകത്തിന് സമീപത്തുള്ള കഫേയിൽ ഇരുന്നു കൊണ്ട് കോഫി കുടിക്കാനും സൊറ പറയാനുമെല്ലാം ധാരാളം ഫാമിലികൾ എത്തുന്നുണ്ട്. തടാകത്തിൻ്റെ കാഴ്ചയും പകർത്തി നീങ്ങുമ്പോൾ ഞാൻ കുറച്ച് ഇന്ത്യക്കാരെ പരിചയപ്പെട്ടു. बोलिए आपका नाम क्या है? मेरा मोहम्मद इरशाद। आप किधर से? आप राजस्थान से। इधर इधर क्या कर रहे हैं अभी? हम घूमने के लिए आए, अच्छी जगह है। जस्ट घूमने के लिए इधर काम कर रहे हैं कि नहीं? नहीं, काम कर रहा है, ड्राइवर है। अच्छा अच्छा, इधर इधर दमाम में काम कर रहा है। अच्छा अच्छा, और आपका नाम? मेरा नाम मोहम्मद जाबिर है। आप भी राजस्थान से? राजस्थान से। अच्छा अच्छा, राजस्थान सब राजस्थान से। एक ही कंपनी में काम कर रहे हैं? मीना में रह रहे हैं। अच्छा अच्छा, मीना में। अच्छा, जस्ट घूमने के लिए आज ऐसा है फिर? ओके ओके, वहीं मिलेंगे इंशाल्लाह। ओके, വെള്ളിയാഴ്ച ഒഴിവ് ദിവസം ലഭിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ബാച്ചിലർ സുഹൃത്തുക്കൾ ഒന്നിച്ച് കോർണിഷ് കറങ്ങാൻ വേണ്ടി എത്താറുണ്ട്. കുറേ താറാവുകൾ ഇപ്പോഴും വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട്. രാത്രി സമയത്ത് ധാരാളം കാഴ്ചക്കാരെത്തുമ്പോഴാണ് ഇവർ കൂടുതൽ ഊർജ്ജസ്വലരാവുക. തടാകത്തിൻ്റെ ബാരിക്കേഡിൽ പിടിച്ചിരുന്നു കൊണ്ട് ഒരാൾ ആർക്കോ കാര്യമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഇന്ത്യൻ ഫാമിലി അവരുടെ കുട്ടികളോടൊപ്പം തടാകത്തിലെ താറാവുകളെ നോക്കിയിരിക്കുന്നുണ്ട്.
ഒരു അറബിക്കുട്ടി താറാവുകളെ കണ്ടപ്പോൾ കൗതുകത്തോടെ ആർത്തു വിളിക്കുന്നു. കുട്ടിയുടെ പിതാവ് താറാവിനെന്തോ തിന്നാൻ വേണ്ടി കുട്ടിയുടെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. താറാവ് അത് തിന്നുന്നത് കണ്ടിട്ടാണ് കുട്ടി ആർത്ത് വിളിക്കുന്നത്. തടാകത്തിൽ ഇതുപോലെ ചെറിയ ഹട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല വെയിലത്ത് താറാവുകൾ ഇതിനടുത്ത് വന്ന് വിശ്രമിക്കും. താറാവുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഈ വെളിച്ചത്തിൽ നീന്തിപ്പോകുന്നത് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. വെളിച്ചം ഈ തടാകത്തിൽ പ്രതിഫലിക്കുമ്പോൾ ഇതൊരു ഗോൾഡൻ ലേക്ക് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇന്നത്തെ വീക്കെൻഡ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.